ജോയുടെ ഓർമ്മയിലാണ് കുടുംബം. സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ ധനസഹായം ലഭിച്ചുവെങ്കിലും കുടുംബത്തിന്റെ അത്താണിയെയാണ് ജോയുടെ അമ്മയ്ക്ക് നഷ്ടമായത്. വീട് പുതുക്കി പണിയുമെന്നും വീട്ടിലേക്ക് വഴി സൗകര്യമൊരുക്കുമെന്നും മേയർ ആര്യ രാജേന്ദ്രൻ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അതിനുള്ള പ്രാരംഭ നടപടികൾ പോലും ഉണ്ടായിട്ടില്ല. ജോയുടെ അമ്മ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. അമ്മയ്ക്ക് കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ ജോയ് പോയിട്ട് 1 മാസം പിന്നിടുകയാണ്. നേരത്തെ അമ്മ തന്നെ പ്രതികരിച്ചതൊക്കെ ഓർമ്മയുണ്ട്. ജീവിക്കാൻ വേണ്ടി എന്ത് ജോലി കിട്ടിയാലും അപ്പോൾ ആ ജോലിക്ക് പോകുന്നു, അന്നന്ന് അമ്മയ്ക്ക് ഒരു തുക നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. ഇപ്പോൾ 1 മാസം മകൻ പോയി 1 മാസം കഴിയുമ്പോൾ സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? അമ്മയ്ക്കിപ്പോൾ എന്താണ് സർക്കാരിനോട് പറയാനുള്ളത്? ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ 10 ലക്ഷം പറഞ്ഞോളൂ. ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഈ വീട് വേണ്ട, താഴോട്ട് വീട് വെച്ച് തരാമെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. താഴോട്ട് വസ്തു അന്വേഷിക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്നും ആയിട്ടില്ല ഇതുവരെയും. അവിടെ താഴോട്ട് പിന്നെ മല കയറണ്ട, താഴോട്ട് എവിടെയെങ്കിലും വീട് വെച്ച് തരാമെന്നാണ് അവർ പറഞ്ഞത്. അത് പറഞ്ഞിട്ട് ഇപ്പോൾ എത്ര നാളായി? പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോഴേ പറഞ്ഞതാണ് ഇവിടെ വസ്തു താഴെ അന്വേഷിച്ചിട്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ശേഷം ഒരു അനക്കവും കണ്ടില്ല. ആരും ഒന്നും പറയുന്നില്ല. പിന്നെ വസ്തു കണ്ടെത്തി വെച്ചു എന്ന് മാത്രമാണ് മുമ്പർ പറഞ്ഞത്. മേയർ പിന്നെ ബന്ധപ്പെട്ടിരുന്നോ? മേയർ സംസാരിച്ചിരുന്നോ? ഇല്ല, പിന്നീട് ആരും ഒന്നും സംസാരിച്ചില്ല. അങ്ങനെ ആരും വന്നിട്ടില്ല. ഇതിപ്പോൾ കുറേ ദിവസം, അതായത് ജോയ് മരിച്ച ആ സമയത്താണോ ഈ ഉറപ്പ് കിട്ടിയത്? ഇല്ല, ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പർ പറഞ്ഞു സ്ഥലം നോക്കുന്നുണ്ട്, കണ്ടെത്തി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. ആരാണ് വിളിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? സ്ഥലം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ആരാണ് വിളിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? മുമ്പറാണ് വിളിച്ചത്. നമ്മളെ വാർഡ് മെമ്പറാണ് പറഞ്ഞത്. വേറെ ആരും വിളിച്ചെന്ന് ഞാൻ അറിഞ്ഞില്ല. പ്രസിഡന്റിനെ കൊണ്ട് കാണിച്ചെന്നുള്ളത് അറിഞ്ഞു ഞാൻ. ഇപ്പോൾ ഒന്നും അറിഞ്ഞൂടാ. അതെ, ഇപ്പോൾ ഒരു 10 ലക്ഷം അടിയന്തര സഹായമായി സർക്കാർ നൽകിയിട്ടുണ്ടല്ലോ, അത് തന്നു കഴിഞ്ഞല്ലോ. അമ്മയുടെ ജീവിതം എങ്ങനെ പോകുന്നു? തന്നു കഴിഞ്ഞു. പിന്നെ ഒരു കണക്കിലങ്ങ് പോകുന്നു. എന്ത് പറഞ്ഞ, നമുക്ക് തന്നെ ഇത് കിട്ടിയിട്ടും ഒരു ഇതല്ല. നമുക്ക് എന്നും ജോലിക്ക് പോയിട്ട് വരുമ്പോഴെല്ലാം കൊണ്ട് തരുന്നത് അവനാണ്. എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരും. ഇതൊന്നും വലുതായിട്ട് ഞാൻ കരുതുന്നില്ല. പിന്നെ നഷ്ടമെല്ലാം എനിക്ക് തന്നെയാണ്. അമ്മയും മോനും കൂടി ആയിരുന്നില്ലേ താമസം? അപ്പോൾ മകൻ പോയി, അമ്മ ഒറ്റയ്ക്കായി. സഹോദരങ്ങൾ വരാറുണ്ടോ? അതെ. ഞാൻ മലയിൽ വീടായതുകൊണ്ട് ഞാൻ മൂത്ത മകൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോഴുള്ളത്. വഴിയില്ലാത്ത കാരണം അങ്ങ് കയറിയില്ല. ഇനിയും വീട് വെച്ചതിന് ശേഷം എങ്ങോട്ടെങ്കിലും പോകാമെന്നുള്ള ഒരു ഇതാണ് ഇരിപ്പ്. മലയിൽ അങ്ങ് വീട്ടിലെത്താൻ പറ്റുന്നില്ല. ആ വീടിൻ്റെ അവസ്ഥയൊന്ന് പറയാമോ അമ്മയ്ക്ക്? ഈ ജോയും അമ്മയും കൂടെ താമസിച്ച ആ ബുദ്ധിമുട്ടുള്ള ആ ജീവിതം, ആ വീടിൻ്റെ അവസ്ഥയൊന്ന് പറയാമോ? അവൻ ജോലിക്ക് പോകും. രാവിലെ അടിച്ച് ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വരുമ്പോഴെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും. താഴെ പള്ളി നടയിൽ വരുമ്പോഴേ വിളിച്ചുകൊണ്ട് വരും. എപ്പോഴായാലും ഒരു പൊതി കൊണ്ടുവരും. അവൻ എന്തെങ്കിലും കഴിക്കാനുള്ളതായാലും പച്ചയ്ക്കായാലും കൊണ്ടുവരും. അത് വെച്ചാണ് ഞാനും അവനും കഴിഞ്ഞുകൊണ്ട് വന്നത്. ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ ആക്രി പറക്കിയെങ്കിലും അവൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കും. ഇപ്പോഴതൊന്നുമില്ല. ഓരോ ദിവസവും കഴിയാനും അത്രയ്ക്കൊരു ഇതാണ്. മഴ പെയ്യുമ്പോഴൊക്കെ ആ വീടിന്റെ അവസ്ഥ എന്തായിരുന്നു? മഴ പെയ്യുമ്പോൾ ആ വീടാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏടിച്ച് കിടന്ന് ഉറങ്ങും. മഴ പറഞ്ഞോളൂ അമ്മ, പറഞ്ഞോളൂ. മഴ പെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും വീട് ഞാൻ താഴോട്ട് മറിയും എന്നുള്ള ഒരു പേടിയിലാണ്. ഉറക്കം പോലും വരാത്ത വിധത്തിലാണ് ഞാൻ ജനലിൽ കൂടി പുറത്ത് നോക്കും. എപ്പോഴാണ് ഇടിഞ്ഞു വീഴുമെന്ന അവസ്ഥയിലാണ് ഇപ്പോഴെൻ്റെ വീടുള്ളത്. എത്ര മുറിയുണ്ട്? അപ്പോഴവൻ പറഞ്ഞു നമുക്ക് താഴോട്ട് എവിടെയെങ്കിലും
ഒരു റൂമേ ഉള്ളൂ. അതിനെ ശകലം മറച്ച് 2 റൂമാക്കി അടുക്കളയും ഒരു മുറിയിൽ അവൻ കിടക്കും, അടുക്കളയിൽ ഞാൻ കിടക്കും. സാധാ ഒരു മുറിക്കുള്ള വീട് തന്നെ ഉള്ളത് അവിടെ. മുകളിൽ ഷീറ്റ് വിരിച്ചിരിക്കുകയാണല്ലേ? അത് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. എന്നാൽ അത് എൻ്റെ സ്ഥലമല്ല, മൂത്ത മോളെ സ്ഥലമാണ്. അവിടെയാണ് ഒരു കുഞ്ഞു റൂം വെച്ച് കിടക്കുന്നത്. അവൾ അവിടെ കിടക്കാൻ പറഞ്ഞതുകൊണ്ട് അവിടെ വെച്ച് കിടക്കണം. ഇനി അവിടെ അവൾക്കുള്ളതായതുകൊണ്ട് അവിടെ വീട് വയ്ക്കാൻ താല്പര്യമില്ല. താഴോട്ട് എവിടെയെങ്കിലും വീട് വയ്ക്കണം എന്നുള്ളതാണ് ആഗ്രഹിച്ചാണ് വസ്തു അന്വേഷിച്ചത് അവർ. അവിടെ എത്ര വർഷമായിരുന്നു അവിടെ താമസിക്കുന്നത്? അവിടെ താമസിച്ചിട്ട് 15 വർഷം വരും. ഇതുവരെ അവളൊന്നും വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ആയുഷ്കാലം വരെ അവിടെ കിടക്കാം, പക്ഷേ വഴിയില്ല. താഴെയുള്ളത് ഇടിഞ്ഞ് പൊങ്ങി കിടക്കണോണ്ട് ഇടിഞ്ഞ് എപ്പോഴും വീഴുമെന്ന് പറയാൻ പറ്റാത്ത വിധത്തിലാണ് ഇരിപ്പ്. അമ്മയ്ക്കിപ്പോൾ ഈ സർക്കാരിൻ്റെ സഹായമല്ലാതെ വേറെന്തെങ്കിലും സഹായം ഈ വാർത്ത കണ്ട്, അല്ലെങ്കിൽ ജോയ് എങ്ങനെ ജോയുടെ ജീവൻ പോയി എന്നുള്ളതൊക്കെ ഈ കേരളം മുഴുവൻ കാണുകയാണല്ലോ, അതല്ലാതെയുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ? 2 പേര് 1 ലക്ഷം രൂപയും തന്ന്, പിന്നെ അപ്പോഴത്തെ ആവശ്യത്തിന് 1-2 പേര് ചില്ലറയ്ക്ക് അല്പം തന്നതേ ഉള്ളൂ. വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ഈ ജോയ്ക്കൊപ്പം ജോലി ചെയ്തിരുന്നവരൊക്കെ വരാറുണ്ടോ? അമ്മയെ കാണാൻ വരാറുണ്ടോ? ഇല്ല, അവരാരെയും കാണാൻ പോലും ഇല്ല. എന്താണ് അമ്മയ്ക്ക് ഈ ഘട്ടത്തിൽ, ഏതായാലും ഒരാഴ്ച മുമ്പ് പറഞ്ഞല്ലോ സ്ഥലം നോക്കി വച്ചിരിക്കുന്നു, അതിൻ്റെ നടപടികളാകുന്നു, അപ്പോൾ നമുക്കത് നടക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങളടക്കമുള്ളവരുണ്ടല്ലോ ഈ വാർത്ത കൃത്യമായി നൽകുന്നു. ജോയുടെ മരണശേഷം അവിടുത്തെ ഓടകളുടെ അവസ്ഥ, മാലിന്യം എടുക്കുന്നതിൻ്റെ അവസ്ഥ, ഇതൊക്കെ നമ്മളിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ മാറ്റം പല കാര്യങ്ങളിലുമുണ്ട്. സർക്കാർ നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ വീടും നിങ്ങളുടെ ജീവിതം കൂടി ഒന്ന് ശരിയാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വീട് ആകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്താണ് ഇപ്പോൾ ഈ സമയത്ത് സർക്കാരിനോട് പറയാനുള്ളത് ജോയുടെ അമ്മയ്ക്ക്? എനിക്കിനി സമയം നീട്ടാതെ ഒരു വീട് വെച്ച് കിട്ടിയാൽ കൊള്ളാം. പിന്നെ കിട്ടിയത് വെച്ച് കുറച്ചൊക്കെ ചിലവഴിച്ചു. ഇതുവരേക്കും വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി കയ്യിലുണ്ട്, അത്രയേ ഉള്ളൂ പറയാം. പിന്നീടുള്ള ഭാവി പിന്നീട് അങ്ങോട്ട് നീങ്ങുമ്പോൾ എങ്ങനെയാണ് കഴിയുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ശരി അമ്മേ, വീണ്ടും വീട് കിട്ടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സർക്കാർ എന്തായാലും ഇതൊക്കെ കാണുന്നുമുണ്ട്. ഒരാഴ്ച മുമ്പ് ഈ സ്ഥലം കണ്ടെത്തിയെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത നടപടികളിലേക്ക് വേഗം തന്നെ കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായി നടപടികൾ എന്നുള്ള കാര്യം ഞങ്ങളും അന്വേഷിക്കാം. നന്ദി അമ്മ, ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിക്കാൻ എത്തിയതിന്.